പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. 1-2 ടോക്ക് സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025 പ്രഖ്യാപിച്ചപ്പോൾ 7 പുരസ്കാരങ്ങളുമായി തരുൺ മൂർത്തി ചിത്രം തുടരും തിളങ്ങി. മോഹൻലാൽ മികച്ച നടനായും കല്യാണി പ്രിയദർശൻ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. തരുൺ മൂർത്തിയാണ് മികച്ച സംവിധായകൻ. മെയ് 24-ന് എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഷോയിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. 1-2 ടോക്സ് എന്ന ഒരു ഓൺലൈൻ മാധ്യമം ഞങ്ങൾ 4 പേര് കൂടി നടത്തുന്ന എൻ്റെ പാർട്ട്ണർമാർ ഇവിടെ ഉണ്ട്. അഖിലും ജയനും ഉസ്മാനും ഞങ്ങൾ 4 പേര് കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. നമുക്കൊരു 250 ഫേസ്ബുക്ക് പേജുണ്ട്, 50 യൂട്യൂബ് ചാനലുണ്ട്, 10 ഇൻസ്റ്റയുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. അപ്പം എന്തുകൊണ്ടും നമുക്കൊരു അവാർഡ് ഷോ നടത്തിക്കൂടാ. സാധാരണ ഇന്ന് വരെ ഒരു ഓൺലൈൻ മാധ്യമം കേരളത്തിൽ ഒരു അവാർഡ് ഷോ നടത്തിയിട്ടില്ല. അവാർഡ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു അവാർഡ് ഷോ. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നമ്മൾ കേരളത്തിലൊട്ടാകെ നടത്തുന്നത് പബ്ലിക് വോട്ടിംഗ്. അത് ഇന്ന് വരെ നടക്കാത്തൊരു ശ്രമമാണ്. ഞാൻ റിപ്പോർട്ട് ടി വി ഇരുന്നപ്പോൾ അത്തരമൊരു അവാർഡ് ഷോ നടത്തിയിരുന്നു. അത് നമുക്ക് വിജയമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഓൺലൈൻ മാധ്യമം ഇത്തരം രീതിയിൽ. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്രയായിരുന്നു. അത് പബ്ലിക് വോട്ടിംഗ് ആയിരുന്നു. അവരാണ് നമ്മളാണ് പൈസ കൊടുത്ത് സിനിമ കാണുന്നത്, നമ്മളാണ് പ്രേക്ഷകർ. നമ്മൾ വേണം, ഒരു ജൂറിക്കപ്പുറം നമ്മൾ വേണം ഈ താരങ്ങളെയും ടെക്നീഷ്യന്മാരെയും തെരഞ്ഞെടുക്കുക എന്നൊരു ആശയമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു യാത്ര തുടങ്ങി. യാത്ര അവസാനിച്ചു. 2.25 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത്. അതിൽ ഓൺലൈൻ വോട്ടിംഗ് ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ ഉണ്ട്. ഓൺലൈൻ വോട്ടിങ്ങിൽ 75,000 പേര് വോട്ട് ചെയ്തു. അത് വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ അതും കൊടുത്തുള്ളൂ. അങ്ങനെ മൊത്തം 2.25 ലക്ഷം പേര് വോട്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ സെലക്ഷൻ നടന്നത്. പക്ഷെ അന്ന് ഈ ഇലക്ഷൻ ഇത് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ജൂറി അംഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് സോഹൻ സീൻലാൽ ആയിരുന്നു, ഒന്ന് ജിബു ജേക്കബ് ആയിരുന്നു, സുദീപ് ആയിരുന്നു. ഇവരായിരുന്നു ഈ ഏതൊക്കെ സിനിമ വേണമെന്ന് തെരഞ്ഞെടുത്തത്. അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ അതിന്റെ ജൂറിയുടെ അംഗമായ സോഹനാണ് ഇവിടെ ഉള്ളത്. സോഹനാണ് അതിനെക്കുറിച്ച് വിവരിക്കുക. പിന്നെ ഷോയുമായി ബന്ധപ്പെട്ട് ഷോയുടെ ഡയറക്ടർ ബാബുചേട്ടനാണ്, ഇടവേള ബാബുചേട്ടനാണ് ഷോ ഡയറക്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് എന്നും ഈ ഷോയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ടിരിക്കുന്ന ടിനിയും കൈലാഷും സരയും ബാബുരാജുമാണ്. ഇവരാണ് പിന്നെ ഷോയ്ക്കും മറ്റ് എല്ലാ നമ്മുടെ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. അപ്പം ഈ ഒരു പ്രഖ്യാപനം ഇന്ന് ആർക്കൊക്കെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. വോട്ടിംഗ് കൗണ്ടിങ് കഴിഞ്ഞു. ആ കൗണ്ടിങ് ഒക്കെ ഭയങ്കര ഒരു റിസ്ക്കാണ്. നമ്മൾ ഓരോ ദിവസവും യാത്ര ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് വോട്ട് നമ്മൾ ഒരു 25 പേരിരുന്ന് സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്താണ് വോട്ടിംഗ് കൗണ്ടിങ് തന്നെ ഭയങ്കര രസമാണ്. ഇതൊക്കെ അന്ന് ഷോയ്ക്കാണ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയായിരുന്നു. ആ ഒരു വലിയ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമം നമ്മൾ സാറ്റലൈറ്റും മെയിൻ പ്രിന്റ് മീഡിയയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം, പ്രഖ്യാപനം വേണമെന്നുള്ള ആഗ്രഹം. അതാണ് ഞങ്ങൾ പ്രസ് ക്ലബിൽ തന്നെ എത്തിയത്. സത്യത്തില് വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം 2025 184 ചിത്രങ്ങളിൽ നിന്നും എല്ലാ കാറ്റഗറിയിലേക്കും 5 സെലക്ഷൻ വീതമാണ് ഞങ്ങൾ പ്രാഥമിക ജൂറി ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് നൽകിയത്. അഭിമാനം തോന്നാൻ കാരണം 1-2 ടോക്സിന്റെ പ്രതിനിധികൾ ഏറ്റവും ട്രാൻസ്പെറൻ്റായി എങ്ങനെയാണോ ജനങ്ങൾ വോട്ട് ചെയ്തത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായി കൃത്യമായി ആ വോട്ട് ഏറ്റവും കൂടുതൽ ലഭിച്ചവർക്ക് ആ അവാർഡ് കൊടുത്തു എന്നുള്ളത് ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അവാർഡ് ഡിക്ലറേഷനിലേക്ക് പോകാം. മികച്ച സിനിമ. ഈ അവാർഡിന്റെ മറ്റൊരു പ്രത്യേകത, ഓരോ അവാർഡും അന്തരിച്ച ചലച്ചിത്ര പ്രതിഭകളുടെ പേരിലാണ്. അപ്പോൾ അതും ഞാൻ വായിക്കാം. മികച്ച സിനിമ ചെമ്മീന്റെ നിർമ്മാതാവായ ബാബു സേട്ടിന്റെ പേരിലുള്ള അവാർഡാണ്. അത് തുടരും എന്ന സിനിമയ്ക്കാണ്. നിർമ്മാണം രഞ്ജിത്ത്, സംവിധാനം തരുൺ. മികച്ച ജനപ്രിയ ചിത്രം അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ മെമ്മോറിയൽ പുരസ്കാരമാണ്. അതും തുടരും എന്ന ചിത്രത്തിനാണ്. നിർമ്മാണം രഞ്ജിത്ത്, സംവിധാനം തരുൺ. മികച്ച സംവിധായകനുള്ള അവാർഡ് ഷാഫി മെമ്മോറിയൽ പുരസ്കാരമാണ്. അത് നേടിയിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. ചിത്രം തുടരും. മികച്ച നടനുള്ള അവാർഡ് ശ്രീനിവാസന്റെ ഓർമ്മയിലുള്ള അവാർഡാണ്. തുടരും എന്ന ചിത്രത്തിന് മോഹൻലാൽ കരസ്ഥമാക്കി. മികച്ച നടി KPC ലളിത മെമ്മോറിയൽ പുരസ്കാരമാണ്.
മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കല്യാണി പ്രിയദർശനാണ് ചിത്രം ലോക. മികച്ച സ്വഭാവ നടൻ അന്തരിച്ച നവാസ് ബക്കർ മെമ്മോറിയൽ പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് പ്രകാശ് വർമ്മയ്ക്കാണ് ചിത്രം തുടങ്ങി. മികച്ച സ്വഭാവ നടി കൽപ്പന മെമ്മോറിയൽ പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് ഇത്തിരി നേരം, രേഖാചിത്രം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സറിൻ ഷിഹാബിനാണ്. മികച്ച സംവിധായകൻ SP വെങ്കടേഷ് മെമ്മോറിയൽ അവാർഡാണ്. അത് ജേക്സ് ബിജോയ് മിന്നൽവള, ചിത്രം നരിവേട്ട. കൺമണി പൂവെ, ചിത്രം തുടരും. മികച്ച ഗാനരചയിതാവ് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി മെമ്മോറിയൽ പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഗാനം മിന്നൽവള, ചിത്രം നരിവേട്ട. മികച്ച തിരക്കഥാകൃത്ത് സച്ചി മെമ്മോറിയൽ പുരസ്കാരമാണ്. അത് എക്കോന്റെ തിരക്കഥാകൃത്ത് ബാബുൽ രമേശാണ് ലഭിച്ചത്. മികച്ച ഛായാഗ്രഹണം ഷാജിൻ കരുൺ മെമ്മോറിയൽ പുരസ്കാരം ലോകയുടെ ഛായാഗ്രഹണം നിർവഹിച്ച നിമിഷ് കവി കരസ്ഥമാക്കി. മികച്ച എഡിറ്റർ ഹരിഹരപുത്രൻ മെമ്മോറിയൽ പുരസ്കാരം ചമൻ ചാക്കോ, ഓഫീസ് ഓൺ ഡ്യൂട്ടി ലോക. മികച്ച കലാസംവിധാനം സാബു പ്രവത എന്ന ആർട്ട് ഡയറക്ടറുടെ പേരിലുള്ള മെമ്മോറിയൽ പുരസ്കാരമാണ്. അത് കരസ്ഥമാക്കിയിരിക്കുന്നത് വിനീഷ് ബംഗ്ലനാണ്, ചിത്രം ലോക. മികച്ച ഹാസ്യതാരം ഇന്നസെന്റ് മെമ്മോറിയൽ പുരസ്കാരം പടക്കളം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഷറഫുദ്ദീൻ കരസ്ഥമാക്കി. മികച്ച ഗായകൻ P ജയചന്ദ്രൻ മെമ്മോറിയൽ പുരസ്കാരം MG ശ്രീകുമാർ, കൺമണി പൂവെ, ചിത്രം തുടരും. മികച്ച ഗായിക വാണി ജയറാം മെമ്മോറിയൽ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് KS ചിത്ര, നെഞ്ചിൽ പണ്ടേ നോവായി, ചിത്രം തുടങ്ങാൻ. മികച്ച ബാലതാരം അന്തരിച്ച തരുണി സത്യ എന്ന ബാലതാരത്തിന്റെ പേരിലുള്ള മെമ്മോറിയൽ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് ലോക എന്ന സിനിമയിലെ പ്രകടനത്തിന് ദുർഗ സി വിനോദ. ഇത്രയാണ് അവാർഡ്. കാരണം ഒരു വർഷം 8ഉം 10ഉം ഫിലിം അവാർഡ് നടന്ന കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ 1ഓ 2ഓ ഫിലിം അവാർഡ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നുള്ളൂ. ഇപ്പോഴാണ് ഹൈദരാലിയായിട്ട് ഇങ്ങനൊരു ആലോചന വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓൺലൈൻ മാധ്യമം ഒരു ഫിലിം അവാർഡ് നടത്തുക എന്നുള്ള കേരളത്തിലെ ആദ്യത്തെ കാര്യമാണ്. ആ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ അതിനെ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാം എന്നുള്ള ചിന്തകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെയും പേരിൽ നമുക്ക് ഈ പുരസ്കാരം കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് അതിപ്പോൾ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അതേ പേരുകൾ തന്നെ ആയിരിക്കണം എന്നില്ല. ഇത് തുടർന്നും നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇന്നിപ്പോൾ ഒരു ഷോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രതിസന്ധി ഇതിൻ്റെ IPR ആക്ടുകൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒരു പാട്ട് പാടണമെങ്കിൽ ആ ഗായകന് അതിൻ്റെ നിയമവശം നോക്കണം. കാരണം അതിന് റൈറ്റ്സ് ഉണ്ടോ, ഈ ഒരു ചാനലിൽ അത് ഇടണമെങ്കിൽ അവിടെ റൈറ്റ്സ് ഉണ്ടോ, ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഒരു ഷോ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നിയമപരമായിട്ട് ഇപ്പം 10 മണിക്ക് നിർത്തണം. മദ്യശാലകൾ വരെ 12 മണിയൊക്കെ പോവുകയാണ്. പിന്നെയാണ് നമ്മൾ ഷോ അത് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ കേസ് വേറെ. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലാണ് ഇപ്പോൾ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ, ഏത് സമയത്തും മഴ പെയ്യും. അപ്പോൾ ഒരു വലിയൊരു കോസ്റ്റ് നമുക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരികയാണ്. ഒരു വലിയ പന്തലും കാര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഷോകൾ കുറഞ്ഞു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ 1-2 ടോക്സ് ഇങ്ങനെ അവാർഡുമായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഏറ്റവും നന്നായി അത് നടത്താൻ ശ്രമിക്കും. പരമാവധി കലാകാരന്മാർ അവിടെ എത്തും. തീർച്ചയായിട്ടും സാധാരണ ഒരു ഫിലിം ഷോ പോലെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോ ആയിരിക്കും. അത് കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ്, നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത്. 24-ാം തീയതി, മെയ് 24-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ ഷോ ഗംഭീരമായാലേ ഇനിയും തുടർന്ന് ഷോകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേക മാധ്യമം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരണം ഉണ്ടാവണം. ഈ ഷോ നന്നാക്കാൻ ഒപ്പം നിൽക്കണം. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഷോ ചെയ്യുന്നത്. ഈ ഷോ ബിസിനസ്സും ഷോ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളോടൊപ്പം, അതായത് ബാബു ചേട്ടനോടൊപ്പം 10 വർഷം മുമ്പ് മുതൽ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിലും ഡയറക്ടേഴ്സ് ടീമിലുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ 3 സൂപ്പർ സ്റ്റാർസിനെ കോർഡിനേറ്റ് ചെയ്യാൻ, അവരെ വെച്ചിട്ട് ഷോ ചെയ്യാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ഹൈദരാലി നമ്മളെ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അപ്പോൾ ഇത്തവണയും ബാബുചേട്ടൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ പണി പിടിപ്പിച്ച ആള്, നമ്മൾ അമ്മയിലെടുത്ത ആള്, അമ്മയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് 10 വർഷം എന്നെ നിലനിർത്തിയ ആൾക്കാർ എന്നുള്ള നിലയിൽ
അദ്ദേഹത്തിനോടൊപ്പം കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ചെയ്യാനുള്ള വളരെ സന്തോഷം. കാരണം എപ്പോഴും ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഓരോരോ പുതിയ പുതിയ എക്സ്പീരിയൻസും ടെക്നോളജിയും നമ്മൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഷോ കോഴിക്കോടൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്ദഗോവിന്ദത്തിന്റെ ജീവിതം ഇപ്പൊ അകം എന്ന് പറയുന്ന ഷോ, അതൊക്കെ വിഷ്വലി, കാരണം ഇപ്പൊ കാലഘട്ടം മാറിയിട്ട് വിഷ്വലി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പുതിയ ടെക്നോളജിയിലേക്ക് ബാബുചേട്ടൻ കടന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലൊപ്പം സഹകരിക്കുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഹൈദരാലി വളരെ വൈബ്രന്റ് ആയിട്ട് പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു ജനകീയ ആശയം വെക്കുകയും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം സോഞ്ചേട്ടനും നമ്മളെല്ലാവരും കൂടിയുള്ളൊരു തൊടുപുഴയിലെ ലൊക്കേഷനിൽ 1 2 ടോക്സിൻ്റെ വണ്ടി എത്തുകയും ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന മുഴുവൻ ടെക്നീഷ്യന്മാരും അത് ലൈവായിട്ട് നമുക്ക് ആർട്ടിസ്റ്റ് ഉൾപ്പെടെ അത് ഷൂട്ടിംഗ് കാണാൻ വന്ന നാട്ടുകാർക്ക് ഉൾപ്പെടെ ഇത് കൊടുക്കുകയും അതിൽ നിന്ന് ടിക്ക് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയ ഒരു ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ പ്രേക്ഷകർക്കുള്ള ഒരു അവാർഡ്സാണിത്. അപ്പോൾ ആ അവാർഡ്സ് 24-ാം തീയതി ഏറ്റവും സന്തോഷമാവട്ടെ. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ശരിക്കും എല്ലാ കലാകാരന്മാർക്കും വേണ്ടതും അത് തന്നെയാണ്. അതിനെന്നും മലയാളികൾ വലിയ മനസ്സ് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രിയ കലാകാരന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു കൂട്ടായ്മയിൽ കൂടെ നിൽക്കാൻ പറ്റിയതിൽ എനിക്കും പേഴ്സണലി സന്തോഷം. അപ്പം നല്ലതാവട്ടെ. താങ്ക് യു.